ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗ്രിൽഡ് ചിക്കൻ ആണ്. വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെ നമുക്കൊരു നല്ല അടിപൊളി ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാതെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചിക്കൻ മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത് ചില്ലി പേസ്റ്റ് ആണ്, പിന്നെ പെപ്പർ, കേർഡ്, ലെമൺ ജ്യൂസ്, സോൾട്ട്, ടെർമറിക്, ചില്ലി പൗഡർ ആൻഡ് ഗരം മസാല. ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ഇനിയും ഇതിൽ ബാറ്ററിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. പിന്നെ ഓൾമോസ്റ്റ് നമ്മൾ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കുന്നത് കാരണം ചിക്കൻ ആണ് വേണ്ടത്. അത് ചിക്കൻ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഇത്രയും വലിയൊരു പീസായിട്ട് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്കിനി ബാറ്റർ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണ്. നല്ല കട്ട തൈര് ചേർക്കണം. ആവശ്യത്തിന് നമ്മുടെ ബാറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യത്തിന് തൈര് ചേർക്കുക. നെക്സ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് നമ്മൾ ചേർക്കുന്നത്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ചില്ലി പേസ്റ്റ് ആണ് ഇതിലേക്ക്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോകണം. എന്നിട്ട് 15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പൊ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ബാറ്റർ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ ആവശ്യത്തിന് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കണം. ഞാനിപ്പോൾ ഒരു 4 ടീസ്പൂണാണ് ചേർക്കുന്നത്. നിങ്ങൾ എടുത്തിരിക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട് വേണം നിങ്ങളിത് ആഡ് ചെയ്ത് കൊടുക്കാൻ. നെക്സ്റ്റ് നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക്. നമ്മൾ ഇനി അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് ഗരം മസാലയാണ്. അതൊരു ടീസ്പൂൺ ചേർത്താൽ മതി. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഓരോ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യുന്നത്. നമ്മൾ ഇനി ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടുകയാണ്. ഓരോരുത്തരുടെ സ്പൈസസ് അനുസരിച്ച് ചേർക്കാം. ഇനി നെക്സ്റ്റ് ഇതിനകത്തേക്ക് ചിക്കൻ മസാലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഞാൻ ഒരു 3 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർക്കാൻ പോകുന്നത് ഇതിലേക്ക്. ഇത് ഞാൻ 2 നാരങ്ങയുടെ ജ്യൂസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഫുള്ളും ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. ഇനി നന്നായിട്ട് ഇത് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ബാറ്റർ. അപ്പോൾ നമുക്ക് ചിക്കനിലേക്ക് പുരട്ടാനുള്ള പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനെ എങ്ങനെ പുരട്ടി മിക്സ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമ്മളിനി ഇത് ബാറ്റർ നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പോവാണ്. എടുത്ത് വെച്ചിരിക്കുന്നത് എല്ലാം കൂടി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമ്മളിത് നന്നായിട്ട് ഒരു 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. 20 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് ഗ്രിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ 20 മിനിറ്റ്സ് ആയിട്ടുണ്ട് നമ്മുടെ ബാറ്റർ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട്. ചിക്കനിൽ നന്നായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ചിക്കനിൽ നന്നായിട്ട് നമ്മുടെ ഗ്രേവിയും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രിൽ ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ഓൾറെഡി നമ്മൾ കനലൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്തിരിക്കുന്ന ആ മാറ്റിലേക്ക് നന്നായിട്ട് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ ഗ്രിൽസ് വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ ഇച്ചിരി എണ്ണ തൊട്ട് കൊടുക്കണം. അപ്പം നമ്മൾ ഇനി ഗ്രില്ല് ചെയ്യാൻ പോവാണ്. നന്നായിട്ട് ബാറ്ററൊക്കെ ഒന്നുകൂടെ താഴെ കിടക്കുന്നതൊക്കെ ഒന്നുകൂടെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. ആദ്യമേ തന്നെ നമ്മൾ നല്ല മാംസമുള്ള പീസ് വേണം വെച്ചു. നമ്മളിപ്പോൾ 3 പീസ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമ്മൾ അടി നല്ല കനലുള്ളത് കാരണം പയ്യന് ഇരുന്ന് സെറ്റ് ആയിക്കോളും. നമ്മൾ രണ്ടാമതും കുറച്ച് ആയി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ രണ്ടാമത് ഒന്നുകൂടെ നമ്മൾ ഗ്രില്ല് ചെയ്യണം. നമ്മളപ്പോൾ ഒരു സൈഡ് നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനിയും നമുക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ അതും കൂടി ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഇത് തിരിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. കാരണം നല്ല പീസുള്ളത് കാരണം ആ ഉള്ളിലൊക്കെ നമുക്കൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ കനലപ്പം ബാലൻസ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക. നിങ്ങളെപ്പോഴും ഒരാൾ ഇതിൻ്റെ അടുത്ത് വേണം. എന്നാലേ ഇത് ചിലപ്പം കുത്തി കൂടിയാലും ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ. ഇടയ്ക്ക് നമ്മളിങ്ങനെ എണ്ണയൊന്ന് ജസ്റ്റ് അതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി ആവരുത്, നമുക്ക് ജസ്റ്റ്
അതൊന്ന് ഫ്രൈ ആവാൻ വേണ്ടിയാണ്. ഇപ്പം ഏകദേശം നമ്മുടെ ഇതായിട്ടുണ്ട്, നന്നായിട്ട് ഗ്രില്ലായിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നെക്സ്റ്റ് സെക്കൻഡ് ട്രിപ്പ് നമുക്ക് ഇതിലേക്ക് ഇടാം. അപ്പം നമ്മൾ അടുത്ത സെറ്റ് ഇടാൻ പോവാണ്. മറിച്ചിടും. അപ്പം നമ്മൾ അടുത്ത സെറ്റും കൂടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമ്മളിപ്പോൾ അടുത്ത സെറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിന് മുമ്പായിട്ട് ഇത് കുറച്ചൊന്നായി വരുന്നത് അറിയുമ്പോഴത്തേക്കും കുറച്ച് എണ്ണ നമ്മൾ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഗ്രില്ല് ചെയ്ത് കഴിയുമ്പോഴും അതുപോലെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഇത് രണ്ടാമത് തിരിച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ രണ്ടാമത്തെ സെറ്റും ആകാറായിട്ടുണ്ട്. നന്നായിട്ട് ഗ്രില്ലായിട്ടുണ്ട്, എല്ലാ സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം, എന്നാലേ നല്ലൊരു ടെക്സ്ചർ കിട്ടത്തുള്ളൂ. ഇപ്പം നന്നായിട്ട് നമ്മുടെ സാധനം സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്ത് ഭയങ്കര ചൂടാണ്. അപ്പം ഇതാണ് നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ. നമ്മുടെ ആ മയണൈസും കൂടി കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഗ്രിൽഡ് ചിക്കൻ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. ഈ ഗ്രിൽഡ് ചിക്കൻ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.